ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. ദൈവസ്നേഹത്തോടെ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം വീശി ആരാധന ആരാധന പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ദുരിതങ്ങളാൽ കൂടെ കടന്നുപോകുന്ന മക്കളുടെ ദുരിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം 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 മഹത്വം. ആരാധന ആരാധന. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. യേശുവേ ആരാധന ആരാധന. ഈ തിരുവോസ്തി കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം, ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ദൈവത്തെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ അത് നമ്മൾ വരുന്നൊരു അപകടം എന്ന് പറയണത്, നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വചനം പറയണത്, അറിയാവുന്ന വിചാരിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്ന് പറയും. നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദുരന്തം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അറിയേണ്ടവൻ അറിയുന്നുവെന്ന് വിചാരിക്കുന്നവൻ. 1 കൊരിന്തോസ് 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ
അറിയേണ്ടത് അറിയുന്നില്ല. ഇപ്പം നമുക്ക് ഉണ്ടാകാവുന്ന ഒരു ദുരന്തം, ഒരു നിശബ്ദ ദുരന്തം, ഒരു സൈലൻറ്റ് ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ലേ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നതില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ ഓർക്കും, അംഗീകരിക്കാതെ നമ്മളിവിടെ വന്ന് ഇങ്ങനെ ധ്യാനം കൂടുമോ? ധ്യാനം കൂടാം, പക്ഷെ ദൈവത്തെ അംഗീകരിക്കാതിരിക്കാം. ധ്യാനം കൂടുന്നതും ദൈവത്തെ അംഗീകരിക്കുന്നതും രണ്ട് വിഷയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേൽഗതി ഉണ്ടായാൽ നിങ്ങൾ സാക്ഷ്യം പറയാൻ താമസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഈ പ്രാർത്ഥിച്ചില്ലെങ്കിലും നടക്കുമായിരുന്നല്ലോ എന്നുള്ള ചിന്തയാവാം. അത് ഞാൻ മാത്രമല്ലല്ലോ, പ്രാർത്ഥിക്കാത്തവരൊക്കെ PSC റാങ്ക് ലിസ്റ്റിൽ കയറിയല്ലോ എന്ന് സ്വാഭാവികമായിട്ട് വരാം. പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തെ അംഗീകരിക്കുന്നവരുടെ മാത്രമായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മറ്റുള്ളവർ മഹത്വപ്പെടുത്തത്തില്ല. കാര്യം എന്താണ്? അവർ പ്രഖ്യാപിതമായിട്ട് ദൈവത്തെ അംഗീകരിക്കാത്തവരാണ്. തങ്ങളുടെ കഴിവും ബുദ്ധിയും കൊണ്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന്. ഇതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം ഏതാണെന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു മനുഷ്യൻ്റെ കഴിവും നമ്മുടെ കഴിവും ബുദ്ധിയും കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിനകത്ത് ദൈവത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് നമ്മൾ നിശബ്ദമായിട്ടെങ്കിലും അവബോധ മനസ്സിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ അവർ പറയത്തില്ല, ഇത് എനിക്ക് 5-6 മാസം മുമ്പ് കിട്ടിയ അനുഗ്രഹമാണ്, ഞാനിപ്പോഴാണ് സാക്ഷ്യം പറയാൻ ഒത്തതെന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയണത്? അത്രയും ടൈം എടുക്കണത് എന്താണ്? കാര്യം സാധാരണ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണെങ്കിൽ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും. പരിശുദ്ധാത്മാവ് സ്ലോ ഡൗൺ ചെയ്യുന്നത് കൊണ്ടാണ് സാക്ഷ്യം പറയാൻ 6 മാസം എടുക്കുന്നത്. സാക്ഷ്യം പറയാൻ 6 മാസം എടുക്കുന്നത് കൊണ്ട് വരുന്ന ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് വളരെ മന്ദഗതിയിലാണ് ഈ വ്യക്തിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇനി നിങ്ങൾ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. അത് എപ്പോഴും ഓർത്തേക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യം പറയാൻ താമസിക്കുന്നവർ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കാരണം, സാക്ഷ്യം പറയാൻ താമസിക്കുന്നതിൻ്റെ കാരണം അത് നമ്മളുടെ ക്ലെയിമിലും ക്രെഡിറ്റിലുമാണോ സംഭവിച്ചത്, അത് ദൈവം ഇടപെട്ടതാണോ എന്ന് നമുക്ക് സംശയമാണ്. ഈ സംശയമാണ് നമ്മളെ ഇങ്ങനെ 6 മാസം തള്ളി നീക്കിയത്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പെട്ടെന്ന് നമുക്ക് ക്ലാരിഫിക്കേഷൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലാരിഫൈഡ് ആവും. നിങ്ങൾക്കൊരു വിഷയത്തെക്കുറിച്ച്, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് വ്യക്തത കിട്ടുന്നില്ല, മന്ദഗതിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിലുള്ള ആത്മാവ് മന്ദഗതിയിലാണെന്നും നിങ്ങൾ ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. അല്ലാതെ നിങ്ങൾ സാക്ഷ്യം പറയാൻ നിങ്ങൾ പ്രതികളൊന്നുമല്ല. പ്രതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതികളാകുന്നതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ വളരെ സ്ലോഗത. അതിൻ്റെ കള്ളനും വെള്ളിയും നെല്ലും പതിരും തിരിക്കാൻ യു ടേക്ക് 6 months, 6 മാസം എടുത്തു ഇത് ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ. അത് ഭയങ്കരമായൊരു സ്പിരിച്വലായിട്ടുള്ള കലാമിറ്റിയാണ്. നമ്മുടെ അതായത് ആധ്യാത്മികമായിട്ട് വരുന്ന ഇതുപോലെയുള്ള ഒരു കലാമിറ്റി, എന്താ ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവികമായ പ്രവർത്തനങ്ങൾ അറിയാൻ, നമ്മൾ തന്നെ അറിയാൻ ടൈം എടുക്കുന്നത് അത് നിസ്സാര കാര്യമല്ല. ശരിക്കും ഞങ്ങളെപ്പോലെയുള്ളവർ പറഞ്ഞാൽ മാത്രമേ ചെറിയ ആൾക്കാർ സാക്ഷ്യം പറയത്തുള്ളൂ. പറഞ്ഞ് ഓർപ്പിച്ച് കൊടുക്കണം. കാര്യം ഇത് എന്നതിൻ്റെ അർത്ഥം ഓർപ്പിച്ച് ഞങ്ങളെ സാക്ഷ്യം പറയണമെന്ന് ഞാൻ ഓർപ്പിച്ച് തരുമ്പോൾ നിങ്ങൾ വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്താ? 50 മാർക്കേ നിങ്ങൾക്കുള്ളൂ. എന്താണ് 50 മാർക്ക് എനിക്കുള്ളതാണ്? ഞാൻ ഓർപ്പിച്ചിട്ടാണ് നിങ്ങളത് എന്ന് പറഞ്ഞാൽ ഉള്ളത് കളയണമെന്നല്ല, സീറോ അടിച്ച് പോരുത്. ഞാൻ പറഞ്ഞാലും അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് സാക്ഷ്യം പറഞ്ഞ് മാറ്റണം. കാര്യം എന്താ കാര്യം? അത് നിങ്ങളുടെ തന്നെ തന്ന കൃപ. സാക്ഷ്യം പറയുമ്പോൾ 2 കാര്യം സംഭവിക്കും. ഒന്ന്, നിങ്ങൾക്ക് തന്ന കൃപയിൽ നിങ്ങൾ നിലനിൽക്കും. പിന്നെ നിങ്ങളത് ദൈവം അത് തിരിച്ചെടുക്കത്തുമില്ല.
സാക്ഷ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടില്ല. അത് പോരായ്മയെ കരുതിയത് കൊണ്ട് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ബൈബിൾ പറയണത്. റോമ 1:28. ഒന്നെന്താണ്? നിങ്ങൾ അധമ വികാരങ്ങൾ കേൾപ്പിക്കപ്പെടും. എന്ന് വെച്ചാൽ ദൈവത്തെ നിരക്കാത്ത വികാരം ഉണ്ടാവും. ഇതൊക്കെ ഇമോഷണലായിട്ട് പെരുമാറും. ഇപ്പോൾ ഒരു ജെയ്സൺ എന്ന് പറയുന്ന സഹോദരൻ്റെ സാക്ഷ്യമാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ സാക്ഷ്യവും തോന്നണം. അപ്പോൾ ജെയ്സൺ പറഞ്ഞത്, ഞാൻ വൈഫാണ് ഉടമ്പടി എടുത്തത്, ഞാൻ അവളുടെ കൂടെ വന്നു എന്നുള്ള കാര്യം സത്യമാണ്. എൻ്റെ വിഷയമാണ് അതിൻ്റെ അകത്ത് പറയണത്. വൈഫിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും വൈഫിനെ കൊണ്ടാണ് ഉടമ്പടി എടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വർക്കെന്ന് പറയുന്നത്, ഞാനൊരു നല്ല ഷെഫാണ്. അതിൻ്റെ ഒരു ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ഷെഫാണത്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് നല്ലവണ്ണം ഭക്ഷണം പാകം ചെയ്യാൻ നല്ലവണ്ണം അറിയാം. ഏത് പട്ടിക്കാട്ടി കൊണ്ടുപോയി ഒരു ഹോട്ടലിട്ടാലും പട്ടാളം പോലെ ആൾ കയറും. കാര്യം ഭക്ഷണം രുചികരമായിട്ട് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട്. അപ്പം അതുകൊണ്ട് അയാൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അദ്ദേഹത്തിൽ നല്ല കോൺഫിഡൻസ്. നമ്മളൊരു വിഷയം, ഈ ഓവർ കോൺഫിഡൻസുകാർ അവർ ഡേഞ്ചർ സോണിലാണ്. എപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ച് ഓവർ കോൺഫിഡൻസുകാരില്ലേ, അമിതമായ ആത്മവിശ്വാസമുള്ളവർ ഡേഞ്ചർ സോണിലാണ്. അവർ രണ്ട് തരത്തിലുള്ള ഡേഞ്ചർ സോണിലാണ്. ഒന്ന്, ഓവർ കോൺഫിഡൻസുകാർക്ക് പറ്റണത് അവർ എല്ലാ കാര്യവും അവരുടെ അക്കൗണ്ടിലേക്കാണ് വരവ് വെക്കണത്. ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കത്തില്ല. കാര്യം എന്താണ്? ഇപ്പം ദാനം ചെയ്യാത്തവരില്ലേ, ദാനം ചെയ്യാത്തവർ, ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടും ദാനശീലം വരാത്തവരെന്താണ്? എന്തുകൊണ്ടാണ് ദാനം ചെയ്യാത്തവർ? ഉടമ്പടി എടുത്തു, പക്ഷേ എന്നാലും ദാനം ചെയ്യത്തില്ല. നിങ്ങൾ ഇവിടെ കുത്തിരിക്കുന്നത് കുറച്ച് പ്രൊഫഷണൽ ധർമ്മക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണ പോലെ അല്ല. അത് പിന്നെ അവരുടെ പ്രൊഫഷനാണ്. അതല്ല ഇപ്പം ഈ ജെയ്സനൊക്കെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയ്സൺ കർത്താവിൻ്റെ അഭിഷേകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെയ്തത് എന്താണ്? ആ നാട്ടിലുള്ള, എനിക്ക് തോന്നുന്നത് ഇവർ ഇവിടെയാണെന്ന് തോന്നണം, അതായത് ഇരിങ്ങാലിക്കൂടെ. അപ്പോൾ ആ നാട്ടിലുള്ള വണ്ടി ഇടിച്ച് കിടക്കുന്നവരുടെ എല്ലാം വീട്ടിൽ ചെല്ലും. ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ വണ്ടി ഇടിച്ച് കിടക്കുന്നവർ, പണ്ട് സ്കൂട്ടർ ഇടിച്ച് കിടക്കുന്നവരും ബൈക്ക് ഇടിച്ച് കിടക്കുന്നവരും കൈ ഒടിഞ്ഞവരും പ്ലാസ്റ്റർ കിടക്കുന്നവരൊക്കെ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നിട്ട് അവരുടെ വിശേഷം ആദ്യമായിട്ടും കാണുകയായിരിക്കും. ജെയ്സൺ എന്ന് പറഞ്ഞ ആൾ ഇവരെ ആദ്യമായിട്ടും കാണുകയാണ്. അപ്പോൾ അവർ തന്നെ ചോദിക്കും, എങ്ങനെയാണ് ചേട്ടനെ എന്നെ അറിയത്തില്ലല്ലോ, ഞാനിങ്ങനെ വണ്ടി അപകടത്തിൽ പെട്ടെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അയാൾ പറയും, ഞാൻ ചോദിച്ചു വന്നു, ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയണത്, എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണത് ഇപ്പോൾ ഒരു കൊതി പോലെയാണ്. ഒരു വ്യക്തിയുടെ ഒരു ഉടമ്പടി എങ്ങനെ ഒരു വ്യക്തിയെ മാറ്റണമെന്ന് നോക്കിയേ. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണത് അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവർക്ക് സഹായം നൽകണത് ഒരു തീരാത്ത കൊതി പോലെയാണ്. അതിലൊരു ആന്തരിക അഭിഷേകം കിട്ടിയിട്ടുണ്ട്. പണ്ട് ഉടമ്പടിക്ക് മുമ്പ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നോ? അന്ന് എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഉടമ്പടിക്ക് മുമ്പ് ഒരു ദാനധർമ്മം ഇല്ലാത്തതിൻ്റെ കാരണം, നമ്മൾ ദാനധർമ്മം ചെയ്യാത്ത ആൾക്കാർ അല്ലെങ്കിൽ സഹായിക്കാത്ത ആൾക്കാർ, അവരെ ഞാൻ കുറ്റം പറയത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ നമ്മൾ ഒരു കൊട്ടയിൽ കുറച്ച് ആപ്പിൾ ഇരിക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു കൊട്ടയുണ്ട്, ഒരു 200 ആൾക്കാരും ഉണ്ട്. അവരെല്ലാം കൂടി ഇടിച്ച് ഇതിനകത്ത് കയറിയാൽ മാത്രമേ നമുക്ക് ആപ്പിൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകണ എന്താണ്? ഇടിച്ച് നെക്കി അതിൻ്റെ അകത്ത് വേർത്തൊലിച്ച് നാട്ടുകാരുടെ മുട്ടുകൈ കൊണ്ടൊക്കെ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. കയറി ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 2 ആപ്പിൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ, ഒരുത്തൻ അവിടെ ഇടിക്കാൻ നിവൃത്തിയില്ലാത്തവനും മുട്ടാൻ നിവൃത്തിയില്ലാത്തവനും കൈ നീട്ടുമ്പോൾ പറയും, ഞാൻ ഇടിച്ചാൽ വാങ്ങിച്ചത്, നിങ്ങൾ ഇടിച്ച് വാങ്ങിച്ചോളാൻ പറയും. അതെന്താണ്? നമ്മളതിൻ്റെ അത് സ്പെൻഡ് ചെയ്താൽ കൊണ്ടാണ്. ഇതതിൻ്റെ അത് വരുന്ന ഒരു ടെക്നിക്കെന്ന് പറയണത്. കാര്യം ആൾക്കാർ ദാനം ചെയ്യാത്തതിൻ്റെ കാരണം, ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത്, അങ്ങനെ ഓശാര നീ ഇരുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് പുഴുങ്ങി തിന്നണ്ട. ഇതാണ് നിലപാട്. ഉടമ്പടിയിൽ വരുമ്പോൾ ഈ എല്ലാവരുടെയും മനസ്സിലിരിക്കുന്ന ഒരു രഹസ്യ നിലപാടെന്ന് പറയണത്, ദാനം ചെയ്യാത്തതിൻ്റെ കാരണം, ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് പഠിച്ചാണ് ഇവിടം വരെ എത്തിയത്, നീയും അതുപോലെ. അപ്പോൾ ഒരു നീതിബോധം അതിൻ്റെ അകത്തുണ്ട്, ഒരു നീതിബോധമുണ്ട്. പക്ഷെ ഇത് ദൈവത്തിൻ്റെ നീതിയല്ല. ദൈവത്തിൻ്റെ നീതി
ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയണത് ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറയും. അപ്പം നമ്മൾ പറയും അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇവനൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ കൊടുത്താലേ നമ്മൾ കൊടുക്കണത് കൊണ്ട് വേറെ ആൾക്കാർ പോയി വെള്ളമടിക്കുകയുള്ളൂ എന്ന് പറയും. അത് നമ്മളെ പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ പറയണതാണ്. നമ്മൾ ധർമ്മക്കാർക്ക് ചില ആൾക്കാർ പൈസ കൊടുക്കത്തില്ല. എന്താ കൊടുക്കാമെന്ന് ചോദിക്കാൻ പറയാം, നമ്മൾ കൊണ്ട് ഭയങ്കര വെള്ളം പിടിക്കുമെന്നും. അപ്പോൾ ഈ ഒക്കെ CBI അന്വേഷണമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന കാശ് കൊണ്ട് അയാൾ വെള്ളം അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ഇതൊന്നുമല്ല, പുള്ളിക്കത് കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈശോ എന്താ പറയുക വെച്ചാൽ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറയും. നോൻപ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മത്തായി 5:42. മത്തായി 5:42. ചോദിക്കുന്നവന് കൊടുക്കുക, ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തോന്നുന്നു ഇത് ശരിയല്ലല്ലോ ഈ പറയണത്. ചോദിക്കുന്നതിനൊക്കെ കൊടുക്കാൻ പറ്റുമോ? വായ്പ വാങ്ങാൻ വരെ പറയുന്നവർക്ക് ഒഴിഞ്ഞു മാറിയാൽ നമ്മൾക്ക് പിന്നെ അവസാനം നമ്മൾ തന്നെ അടക്കേണ്ടി വരികയില്ലേ? ഇതൊക്കെ ശരിയാണ്. മാനുഷ്യമായി പറഞ്ഞാൽ ഇതെല്ലാം ശരിയാണ്. സുവിശേഷം മാനുഷ്യമായ നിലപാടിന് എതിരാണ്. എന്താ കാര്യം? സുവിശേഷ നീതി എന്ന് പറയുന്നത് മാനുഷിക നീതി, ലോകരാജ്യത്തിൻ്റെ നീതിയല്ല. ഇതൊരു ഭരണഘടനയിൽ ഇങ്ങനെ നമുക്ക് പറയുന്നത് കുഴപ്പമില്ല. കോടതിയിലൊക്കെ ഇത് വിലപ്പോവും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പോകത്തില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. കർത്താവ് സംസാരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ ലെവലിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം ചിലർക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം. ദൈവരാജ്യ നീതി അതാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ പറയണത്? നീതിയും സമാധാനം. അത് ദൈവരാജ്യത്ത് എവിടെപ്പോൾ ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 14:17. റോമ 14:17. ദൈവരാജ്യം എന്നാൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പൊ ഈ നീതിക്ക് സന്തോഷം നമ്മുടെ ജഡിക സന്തോഷമല്ല. മറിച്ച് എന്താണ്? ഇപ്പം ഒരാൾ ഒരു സംഭവം, നമുക്കൊരു ഉടുപ്പ്, 2 ഉടുപ്പുള്ളവന് ഒന്ന് കൊടുത്തില്ലാത്തതിന് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. 2 സന്തോഷം ഉണ്ടാവും. ഒന്ന് നമ്മുടെ അലമാരി സാധനം പോയി കിട്ടിയില്ല എന്ന സന്തോഷമുണ്ട്. കുറേ സാധനം ഇരിക്കുമ്പോഴേ നമ്മൾ അലമാരി തുറക്കുമ്പോഴേ ഉടുപ്പിനൊക്കെല്ലാം നമ്മളോട് ബഹുമാനമാണല്ലോ, നമ്മുടെ കാൽച്ചോട്ടി വന്ന് വീഴുമല്ലോ അത്. അപ്പോൾ വീട്ടുകാർ വിഷം ഉണ്ടാക്കി ഇത് ആർക്കും കൊടുക്കാൻ പാടില്ലേ എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞാൽ നമ്മൾ പറയും ഇത് കണ്ടുമുട്ടേണ്ട ആൾക്കാരെ. ഇപ്പം എല്ലാവർക്കും ആവശ്യത്തിന് ഡ്രസ്സാണെന്ന് നമ്മൾ പറയും. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അലമാരി തിങ്ങുമ്പോൾ പറയും ഒരലമാരി മേടിക്കാം. അലമാരി മേടിക്കുമ്പോൾ കാശ് 30,000-40,000 രൂപയാവും. അതിനേക്കാൾ ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാക്കിയാൽ മതിയല്ല. ആ ഒരു സന്തോഷം ഉണ്ടാകും കൊടുക്കുമ്പോൾ. അലമാരി കാലിയാകുവാനുള്ള സന്തോഷം അത് ജഡിക സന്തോഷമാണ്, ദൈവരാജ്യത്തിൻ്റെ അല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ദാനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷം ജഡിക സന്തോഷം എന്ന് പറയും. അതെന്താണ്? ലോക അരൂപിയാൽ നയിക്കപ്പെടുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലം കിട്ടിയല്ല, അതിന് പുതിയ സാധനം വാങ്ങിക്കാമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അതിൽ ആ ദാനത്തിലുണ്ടാകുന്ന സന്തോഷമാണ്. പക്ഷെ അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമല്ല. നിങ്ങളീ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് അനുഭവിക്കുന്ന പല വിഷയങ്ങളും ദൈവവുമായിട്ട് ബന്ധമില്ലാത്തതാണ്. പക്ഷേ ദൈവത്തിൻ്റെ അക്കൗണ്ടിലാണ് നമ്മളിതൊക്കെ അനുഭവിക്കുന്നത്. പക്ഷേ സംഭവം ജഡിക സന്തോഷമാണ്. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ദൈവരാജ്യം. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഈ നീതി, അതായത് നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. അത് ദൈവത്തിൻ്റെ നീതി മെരിട്ട് നോക്കാതെ ചെയ്യണ നീതിയാണ്. സ്നേഹത്തിൽ നിന്ന് വരുന്ന നീതിയാണത്. ഇപ്പോൾ ഈശോ ക്രൂശിക്കപ്പെട്ടു. ആ നീതി എന്താണ്? അവൻ നമ്മളെ നീതീകരിച്ചതിൻ്റെ ഒരു നീതിയാണ്. എന്തെന്ത്? അപ്പം നമ്മളുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ദൈവം നമ്മളെ എല്ലാ ദുഷ്ടന്മാർക്കും ശിഷ്ടന്മാർക്കും വേണ്ടി ദൈവം പാപത്തിന് പരിഹാരം ചെയ്തിട്ടുണ്ട്. എന്താണ് എക്സ്പെൻഡിച്ചർ ഈശോ ചെലവ് ചെയ്തത്? തൻ്റെ ജീവിതം ചെലവ് ചെയ്തപ്പോഴുണ്ടാകുന്നൊരു നീതി എന്താണ്? നമ്മളുടെ മെരിറ്റ് നോക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് മറ്റുള്ളവരുടെ മെരിറ്റ് നോക്കാതെ നമ്മൾ അവർക്ക് വേണ്ടി
ചിലവ് ചെയ്യുമ്പോൾ നമുക്ക് പരാതികളോ പരിഭവങ്ങളോ ഇല്ല. എന്താ ഞാനിങ്ങനെ പറഞ്ഞാൽ, ഈ ജെയ്സൺ എന്ന് പറയുന്ന കക്ഷി അവസാനം പറഞ്ഞു നിർത്തുന്ന കുറേ കാര്യങ്ങൾ, ജെയ്സൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു സുവിശേഷമാണ്. ചില അവസാനം ഇദ്ദേഹം പറയണത്, ഇപ്പോഴേ ഞാൻ വല്ലാത്ത ഒരു ആത്മസംതൃപ്തി ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുന്നുണ്ട്. ഞാൻ പറയണതെല്ലാം ആത്മീയ കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങളത് ലോകത്തിൻ്റെ രീതി മനസ്സിലാക്കുന്നത് കൊണ്ട് എൻ്റെ സന്തോഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. എന്ത് രസമാണ് ആ സാക്ഷ്യങ്ങൾ. അതായത് ഞാൻ അനുഭവിക്കുന്നൊരു ആത്മീയ സന്തോഷമാണ്. ഇങ്ങനെ ആൾക്കാരെ കണ്ട് തിരക്കി പിടിച്ചൊക്കെ ഞാൻ ചെല്ലുമ്പോൾ എന്നിട്ട് ജെയ്സൺ പറയും, ഇപ്പോഴേ എനിക്ക് തോന്നണത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇൻട്രോസ്പെക്ഷൻസ് ഒത്തിരി ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ തോന്നുന്നത് ഞാൻ എത്തേണ്ടിടത്ത് എത്തിയെന്ന് എനിക്ക് തോന്നണമെന്ന്. എന്തോ ഒരു കണ്ടൻറ്റഡ് ആയിട്ടുള്ള, ഹീസ് സോ കണ്ടൻറ്റഡ്. അതായത് ഒരു ഉടമ്പടി ജീവിതം ഒരു മനുഷ്യൻ നിന്ന്, എനിക്ക് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഉടമ്പടി ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം, ഒരു ഇൻട്രോസ്പെക്റ്റീവായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് വരണത്. അദ്ദേഹം പറയണത്, എനിക്ക് തോന്നണത് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി തന്നെ മാറി. ഇപ്പം ഞായറാഴ്ച പണ്ട് ആദ്യം വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചുകൊണ്ടിരുന്നത്. വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കൂടെ വന്നതേ ഉള്ളൂ. പക്ഷേ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് വളരെ കൃത്യമായിട്ട്, ഇവിടെ വിഷയമെന്ന് പറയുന്നത് 3 വിഷയങ്ങൾ ഉടമ്പടിയിലുള്ളത്. ഒന്ന്, അവർക്കൊരു സ്ഥാപനം തുടങ്ങണം. എന്ത്, ഇങ്ങനെ ഷെഫല്ലേ, അപ്പോൾ ഹോട്ടൽ പോലെ ഒരു സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങണം, അതൊന്ന്. രണ്ടാമത്തെ, വൈഫ് നേഴ്സാണ്, അപ്പോൾ അവർക്ക് യൂറോപ്പിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണം. അതാണ് അവരുടെ രണ്ട് വിഷയങ്ങൾ. അതാണ് ഒരെണ്ണം ഞാൻ മറന്നുപോയി. 3 സബ്ജക്റ്റ് ഉണ്ട്, അതിൽ 2 ഇതാണ്. ഒന്ന്, വൈഫിൻ്റെ ഒരു ജോലി കിട്ടണം, പുള്ളിക്കൊരു സ്ഥാപനം തുടങ്ങണം. ഇതാണ് ഈ 2 വിഷയങ്ങൾ. അപ്പോൾ ഈ വിഷയത്തിൽ വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. വൈഫാണെങ്കിൽ അത് വളരെ സുന്ദരമായ രീതിയിൽ കർക്കശമായിട്ടും കൃത്യമായിട്ടും ക്ലിപ്തമായിട്ടും ഈ വിഷയം ഉടമ്പടി അനുഷ്ഠിച്ച് ജീവിക്കുകയാണ്. കൂടെ വന്നതിൻ്റെ പേരിൽ എനിക്ക് വൈഫ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ എലൂഫായിട്ട് നിൽക്കുകയാണ്. അതിനോട് ഡയറക്റ്റ് ഇൻവോൾവ് അല്ല ആൾ, ഡയറക്റ്റ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് അല്ല. എന്നുവെച്ചാൽ അദ്ദേഹം എനിക്കൊണ്ട് കുറ്റാലത്ത് എവിടെയോ ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് ഭയങ്കര ചിലവായ ഒരു ഞായറാഴ്ച അല്ല ടൂറിസ്റ്റിനകത്തിന് ആൾ വരണത്. അതുകൊണ്ട് പുള്ളിക്കാരൻ കട അടക്കത്തില്ല. തന്നെയല്ല, 5 പള്ളികൾ ഈ സ്ഥലത്തുണ്ട്, പല സ്ഥലത്തായിട്ട് 5 സമയത്ത് കുർബാന ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ കുർബാനയ്ക്ക് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുള്ളി പറയണത്, ഞാൻ അച്ഛൻ പള്ളി കുർബാനയ്ക്ക് കയറണം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, ഇറങ്ങണതും കണ്ടിട്ടില്ലെന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞത്, ഈ വായനയാകുമ്പോൾ പുള്ളിക്കാരൻ കയറി വരും, അച്ഛൻ കുർബാന സ്വീകരണത്തിന് സമയമാകുമ്പോൾ പുള്ളി ഇറങ്ങിപ്പോവും, പ്രസംഗം കഴിയുമ്പോൾ പോവും. അപ്പോൾ വെച്ചാൽ ദൈവത്തിന് എന്തോ ഞാനിവിടെ ഉണ്ട്, ഈ പരിസരത്ത് തന്നെ ഞാനുണ്ട് എന്ന് ദൈവത്തിന് ഒരു അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ആധ്യാത്മിക ജീവിതമാണ്. അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ വിട്ടൊന്നും പോയിട്ടില്ല, ഞാനീ നാട്ടിൽ തന്നെ ഉണ്ട്. ദൈവത്തിനോട് പറയണതാണ്, ഞാൻ വിട്ടൊന്നും പോയിട്ടില്ല, ഞാനീ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന്. അതിൽ പകുതിയാകുമ്പോൾ കയറി വന്നിട്ട് കാൽഭാഗമാകുമ്പോൾ കയറി വരും, മുക്കാലാകുമ്പോൾ ആൾ തിരിച്ചു പോകും. അപ്പം അങ്ങനെ ഒരു ലൈഫാണ്. അപ്പം അങ്ങനെ ഒരു ലൈഫായപ്പോൾ എന്നാ പറ്റുക വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഇവരുടെ ഉടമ്പടിക്ക് ആശ്രയം കാണാതെ പോയി. അത് പക്ഷേ വല്ലാത്ത ഒരു കാണാതെ പോക്കലായിപ്പോയി. കാര്യം ഉടമ്പടിക്ക് ആശ്രയം പണ്ട് ജെയ്സൻ്റെ വൈഫിനാണ് ഉടമ്പടി എടുത്തിരിക്കണത്. അവരൊരു പൊന്നുപോലെ ഇങ്ങനെ താലി പോലെ ഇങ്ങനെ നെഞ്ചിലിട്ടുകൊണ്ട് നടന്ന സംഭവമാണ്. പക്ഷെ അത് കാണാതെ പോയി. അവർ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോൾ വീട്ടിൽ വന്ന്, പിന്നെ ഒരു കടയിൽ പോയി കാപ്പി കുടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇത് കാണാനില്ല. വൈകുന്നേരം വൈഫാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച പോലെ. കാര്യം ഉടമ്പടിക്ക് ആശ്രയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതാണ് അതിൻ്റെ ഉടമ്പടിയുടെ ആധാരമാണത്. പ്രമാണം പോയാൽ തീർച്ചയായിട്ടും ഉടമ്പടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു മിസ്സിങ് ദ കവനൻറ്റ്. പിന്നെ നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും കൃപാസനം അംഗീകരിക്കത്തില്ല. എന്താ കാര്യം? ഉടമ്പടി പോയെന്ന് പറയും. കാര്യം ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉടമ്പടിക്ക് ആശ്രയവുമാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പരിശുദ്ധ അമ്മ ആദ്യമേ തന്നത്
ഈ ഉടമ്പടി കാശുരം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നൊരു വിഷയമെന്ന് പറയണത് ആ ഉടമ്പടി തന്നെ. കാരണം ഉടമ്പടി കാശുരൂപം സൂക്ഷിക്കാൻ പറ്റാത്ത ആളിന് ഉടമ്പടി പാലിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. അതെപ്പോഴും ഓർത്തേക്കണം. ഉടമ്പടി കാശുരൂപം നിങ്ങളിൽ നിന്ന് മിസ്സായാൽ അതിൻ്റെ അർത്ഥം, എനിക്ക് അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് അവളുടെ ഉടമ്പടിയിലല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിലാണെങ്കിൽ ഒരിക്കലും മിസ്സാകത്തില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഒരിക്കലും ഉടമ്പടി, പണ്ട് ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൊതുവെ എടുക്കുക, അല്ലെങ്കിൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറയും, വണ്ടി വിട്ട് പോയിക്കൊള്ളാൻ പറയും. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഉടമ്പടി കാശ് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഉടമ്പടി എടുക്കണം, അല്ലെങ്കിൽ ഉടമ്പടി എന്നേക്കാൾ ബ്രേക്ക് ചെയ്തിട്ട് ആലപ്പുഴ വിട്ടു പോകാൻ പറയും. പിന്നെ ഈ ജന്മത്ത് ആലപ്പുഴ വരുമെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സീരിയസാണ്. കാര്യം ഉടമ്പടി ജീവൻ പണയം വെച്ച് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ആത്മാർത്ഥമുണ്ടെങ്കിൽ ഉടമ്പടി ചെയ്യണമെങ്കിൽ ഉടമ്പടി കാശ് ഒരിക്കലും മിസ്സാകത്തില്ല. മിസ്സായാൽ മാതാ കാണിച്ചു തരും. അതാണ് രസം. ഭർത്താവ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും കാണാനില്ലെന്ന് പറഞ്ഞാലും അച്ഛൻ ആ കേസ് പിടിക്കും. എന്താ കാര്യത്തിൽ എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ അമ്മയ്ക്കറിയാമല്ലോ, അമ്മയല്ലേ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ക്യാമറ. അപ്പോൾ ഈ ആളെവിടെ ഉണ്ടെന്ന് അമ്മയ്ക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ പറയും, ഫസ്റ്റ് ടൈം നിങ്ങൾ മെസ്സേജ് നിങ്ങളെ ഉടമ്പടി പോകും, ഇന്നലെ സെക്കൻഡ് ടൈമിൽ വരുമ്പോൾ നമുക്ക് മെസ്സേജ് എടുക്കാം, ആളെവിടെ ഉണ്ടെന്ന് പറയാം എന്നൊക്കെ പറയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ മെസ്സേജ് എടുത്തു കഴിഞ്ഞാലും ചില ആൾക്കാർ നന്നാകത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര വലിയ ആനക്കാര്യമല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ നമുക്കൊരു, നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഉണ്ട്. ഈ ദൈവത്തിനുള്ളവർ ഞങ്ങളെപ്പോഴും ശ്രമിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. 2 തരം മനുഷ്യരുണ്ട്, ക്രിസ്തുവിനുള്ളവരുമുണ്ട്, ക്രിസ്തുവിനില്ലാത്തവരുമുണ്ട്. ഈ ഉള്ളവരോടാണ് പെട്ടെന്ന് ഈ ഉടമ്പടിയുടെ ഗുണം. അറ്റാക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. മർക്കോസ് 9:41. മർക്കോസ് 9:41. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് ഞങ്ങളെപ്പോഴും എനിക്കിതിൻ്റെ ഗുഡൻസ് ഏറെക്കുറെ അറിയാവുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഉടമ്പടി ഭയങ്കര കാർക്കശ്യം കാണിക്കും. ഇവിടെയൊക്കെ ഭയങ്കര ബഹളമായിരിക്കും ചില സമയത്ത്. കുമ്പസാരമില്ല, കുർബാനയില്ല, എന്നിട്ട് കാര്യം കാണാൻ വേണ്ടി മാത്രം വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിനെ ദുർവിനിയോഗിക്കാൻ വരും. അതൊക്കെ ഭയങ്കര പടയിരിക്കും. പട കഴിഞ്ഞിട്ട് ഞാൻ പോകും. ഞാൻ പിന്നെ അടുത്ത കാര്യം ഈ അടുത്ത ആളിനെ അത് ബാധിക്കരുതില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പോയി വരുന്ന പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും. കാര്യം ഈ സാധനത്തോട് നമുക്കൊന്നും നടക്കത്തില്ല. കാര്യം അവർ ദൈവത്തെ ദുർവിനിയോഗിക്കാൻ വേണ്ടി ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം തന്നെയാണ്. അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ മാത്രം മതി. അപ്പം അങ്ങനെ ഒരു വർഗമുണ്ട്. ദൈവത്തെ അവർക്ക് വേണ്ട, പിന്നെ എന്ത് വേണം? ദൈവത്തിൻ്റെ ആനുകൂല്യം വേണം. അതാണ് വിഷയം. അവന് ഒരിക്കൽ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചവരൊന്നും ഞാൻ മോണിറ്റർ ചെയ്യത്തില്ല. കാര്യം ക്രിസ്തീയ വിശ്വാസം കർത്താവ് വിശുദ്ധമായ രക്തത്താൽ അവൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തിട്ട് ദൈവം സൗജന്യ ദാനമായിട്ട് നൽകിയതാണത്. ആരെങ്കിലും കണ്ണി കാണുന്നതിനെ കണ്ടപ്പോൾ തന്നെ ഈ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ പുറകെ പോയിട്ട് നാളെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ ഐ വിൽ നോട്ട് അലവ്. എന്താ അലവ്? അക്രൈസ്തവർ വരുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ വിശ്വാസം കിട്ടിയവൻ ഒരിക്കൽ ആ വിശ്വാസം ഏതെങ്കിലും മാംസളമായ കാര്യം കുറച്ച് കൊള്ളാവുന്നൊരു മാംസത്തെ കണ്ടപ്പോൾ, കുറച്ച് കൊള്ളാവുന്ന ജോലിയുള്ളവനെ കണ്ടപ്പോൾ ക്രിസ്തീയ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അൾത്താരക്കാരെ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? അവർക്ക് അനുതാപം ഉണ്ടാകണം. വേറെ ഒരു വഴി അവിടെ മുമ്പിലില്ല. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് തങ്ങൾ ആത്മാവിനും അതായത് അവിടെ രക്തത്തിൽ പെടുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള സാഹചര്യം ഒരുക്കാരൊക്കെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആധ്യാത്മികമായ ബാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവർ രക്ഷപ്പെടത്തില്ലെന്നും ഞാൻ പറയത്തില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം. കാര്യം ഞാൻ ഒരിക്കൽ പ്രകാശം ലഭിച്ച ആളാണ്. ഞാൻ ഒരിക്കൽ പ്രകാശം ലഭിച്ച ഒരാളാണ്.
ആ പ്രകാശത്തെ ഞാൻ നഷ്ടപ്പെടുത്തി. എന്താണ്? ഒരു ലൈൻ അടിച്ച് ലവ് അടിച്ച് അവരെ കണ്ടപ്പോൾ കർത്താവിനെ അവൻ മറന്നു. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ കർത്താവിനൊന്നും മറന്നിട്ടില്ല, ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളറിയാമല്ലോ, നിങ്ങളുടെ രക്തത്തിൽ പെടുന്ന കുഞ്ഞിനെ, വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണം വളർത്താൻ വേണ്ടിയാണ് വിവാഹം സഭയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തെ വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് മുന്നിൽ കണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കണം. ഒന്നുകിൽ നിത്യത അല്ലെങ്കിൽ അനുദിന ജീവിതം. നിങ്ങൾ അനുദിന ജീവിതത്തിന് നിത്യതയ്ക്കുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ യേശുക്രിസ്തു മുമ്പിൽ വരാൻ നിങ്ങൾക്ക് എന്താണ് കാരുണ്യം? പിന്നെ വയറ്റിപ്പഴപ്പിനോ? അത് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളൂ. അതുകൊണ്ട് ഐ വിൽ നോട്ട് അലൗ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഈ വിഷയത്തെക്കുറിച്ച് കർത്താവ് നൽകിയ ചൈതന്യം, കർത്താവ് നൽകിയിട്ടുള്ള വിശ്വാസം പാരമ്പര്യമായിട്ട് കിട്ടിയാലും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം കൊണ്ടല്ല കിട്ടിയത്. അപ്പോൾ കുറച്ചുകൂടി അതിനോട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ല, നമുക്ക് സൗജന്യമായിട്ട് ദൈവം ദാനം തന്നിട്ടുണ്ടെങ്കിൽ, ക്രൈസ്തവ മാതാപിതാക്കന്മാരെന്ന നിലയിൽ അവളിൽ നിന്ന് നമ്മൾ ജനിച്ചത് കൊണ്ടാണ് നമുക്ക് വിശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് നമ്മൾ കഷ്ടപ്പെട്ട് നേടിച്ച വിശ്വാസത്തെക്കാൾ വിലയുള്ളതാണ്. എന്താ കാരണം? ദൈവം അത് നമുക്ക് സൗജന്യ ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ ആ സൗജന്യ ദാനത്തിന് ദൈവത്തിൻ്റെ 100% ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ വിശ്വാസം ഒന്ന് മനസ്സിലാക്കിയാൽ ആ വിശ്വാസത്തിന് മാനിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ ബാധ്യതയുള്ളവനാണ്. അഥവാ എനിക്കത് ബാധ്യതയില്ല എങ്കിൽ, ഞാൻ ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എറിഞ്ഞു കളഞ്ഞിരിക്കണം നിങ്ങളുടെ നിത്യതയും നിങ്ങളുടെ ആത്മാവിനുമാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. അതേക്കുറിച്ച് നിങ്ങൾ അനുതപിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് ആഴമായ അനുതാപം ഈ നോമ്പുകാലത്ത് നൽകണമേ. അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുന്നവർക്ക് സാക്ഷ്യം, അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാം. കാര്യം ഉടമ്പടിയിൽ അനുതാപത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഉടമ്പടിയിൽ അനുതാപത്തിൻ്റെ കണ്ടന്റ് ഉള്ളതാണ്. അപ്പോൾ അനുതാപത്തിലേക്ക് വരാൻ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ സമ്മതത്തിന് വിധേയമായിട്ട് നിൻ്റെ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും അറിയാമെന്ന സാഹചര്യം ഉണ്ടായിട്ടും ചില ആൾക്കാർക്ക് അറിയേണ്ടത് അറിയുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുന്നവനെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അജ്ഞതയുടെ ഒരു കാലഘട്ടം ഉണ്ടാകും. പക്ഷേ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ആനുപാതികമായിട്ട് അനുതാപം ഉണ്ടാകണം. അജ്ഞതയുടെ കാലഘട്ടം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30. അപ്പോസ്തല പ്രവർത്തനം 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ആഗ്രഹിക്കണമല്ല, ആജ്ഞാപനമാണ്. മനസ്സിലായില്ലേ? ആത്മരക്ഷയുടെ ഭാഗമായതുകൊണ്ടാണ് ഇത് ആജ്ഞാപനം വന്നത്. അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ മതി. അജ്ഞതയുടെ കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല. പക്ഷേ എന്താ പ്രശ്നം? ഇപ്പോഴാകട്ടെ എല്ലായിടത്തുമുള്ള എല്ലാവരുമാണ്. ആർക്കും ഒഴിവൊഴിവില്ല. എല്ലായിടത്തുമുള്ള എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. നിൻ്റെ ഒരു ദുരന്തം ദൈവത്തിൻ്റെ ആജ്ഞാപനമായിട്ട് നീ തിരിച്ചറിയണം. ഇപ്പം കാശുരം കളഞ്ഞു പോയതൊരു ദുരന്തമാണ്. ആ ദൈവത്തിൻ്റെ ആജ്ഞാപനമായിട്ട് അയാൾ തിരിച്ചറിയണം. എന്താ കാര്യം? കാശുരുവൻ കളഞ്ഞു പോയ ഉടനെ ആ വൈഫ് അത് ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി അവർ കാപ്പി കുടിച്ച കടയിൽ പോയി. പിന്നെ തലേ ദിവസം സുഭാഷ് പാർക്കിൽ പോയായിരുന്നു. വെളുപ്പിനെ വന്നിട്ട് സുഭാഷ് പാർക്ക് തുറപ്പിച്ചു. അതിൻ്റെ അകത്ത് അവരിരുന്ന സ്ഥലത്ത് പോയി നോക്കി, അവിടെ കണ്ടില്ല. കുറേ കഷ്ടപ്പെട്ട് അവസാനം ഇവിടെ വന്ന് അന്നത്തെ കാലത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് പോലും ഇല്ലെന്ന് ഓർത്തേക്കണം കേട്ടോ. അങ്ങനെ സംഭവമേ ഇല്ല ഇപ്പം. പക്ഷേ എന്ത് പറ്റി? ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ്?
അവർക്ക് അവരുടെ പ്രോസസ്സായിട്ടിരിക്കുകയായിരുന്നാണ്, അവരുടെ വിസ പ്രോസസ്സായിട്ടിരിക്കുകയായിരുന്നു. അത് മൊത്തം അടലപടലാടെ ഇങ്ങനെ പൊളിഞ്ഞു വീണ് എല്ലാം ക്യാൻസലായി. പിറ്റേ ദിവസം അവരയച്ച പത്രം, പിറ്റേ ആഴ്ചയിൽ അവരയച്ച മുഴുവൻ അപേക്ഷ റിജക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ കൊറിയറിൽ തിരിച്ചു വന്നു. ഇയാൾ ആശ്രയം വെച്ചുള്ള കടകളിൽ കച്ചവടം കുറഞ്ഞു. നോക്കിയാൽ എല്ലാം, അതായത് നമ്മൾക്ക് വരാൻ പോകുന്ന ദുരന്തമാണ്. അജ്ഞതയുടെ കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും അനുദപിക്കണമെന്ന്. ഒരു ദുരന്തം വരുമ്പോൾ അനുതാപമാണ് ഉദ്ദേശിക്കുന്നത്. ദുരന്തത്തിൽ എല്ലാ ദുരന്തം, ചെറിയ ഒരു വിശപ്പ് പോലും ഒരു ദുരന്തമാണ്, ഒരു രോഗം പോലും ഒരു ദുരന്തമാണ്. അതുകൊണ്ടല്ലേ 13:4 വായിച്ചോളൂ ലൂക്കായുടെ സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ്. ദുരന്തം പിന്നെ കണ്ട 13:4 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. ദുരന്തത്തിന്റെ ഉദ്ദേശം എന്താണ്? പശ്ചാത്താപമാണ്. സിമ്പിളല്ലേ? ക്രിസ്തുവിന്റെ കാലത്ത് സംഭവിച്ച ഒരു വർത്തമാനകാല ന്യൂസാണത്, വർത്തമാനം. അന്ന് സിലോഹയിലെ ഗോപുരം വീണ് കുറച്ച് പേര് മരിച്ചു. ആ വാർത്ത കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അവരെല്ലാവരെക്കാൾ പാപികളാണെന്ന് ഞാൻ കരുതണില്ല, പക്ഷെ പശ്ചാത്താപിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും ഈ ദുരന്തം ക്ഷണിച്ചു വരുത്തിയിരിക്കും ചെയ്യണതെന്ന്. ആ സത്യമായ ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ ദൈവം നമ്മളെ വഴി നടത്താൻ വേണ്ടി നമുക്കൊരു നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിവേചിച്ച് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ദുരന്തം എന്ന് പറയുമ്പോൾ മുഴുവനും മരണമാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വിശ്വാസം റിജക്റ്റ് ചെയ്യുന്നത് ഒരു ദുരന്തമാണ്. പരീക്ഷയ്ക്ക് ഒരു വിഷയം കാണാതിരിക്കണതും ഒരു മൊഡ്യൂൾ കിട്ടാതിരിക്കണ ഒരു ദുരന്തമാണ്. കാര്യം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ടേ, വീണ്ടും കാശ് മുടക്കണ്ടേ. അപ്പോൾ എല്ലാ വിഷയങ്ങളെയും ബൈബിൾ കാണിക്കുന്ന ട്രാജഡീസിനെ എല്ലാത്തിനെയും, ഇതുപോലെയുള്ള പരാജയങ്ങളെല്ലാത്തിനെയും ഇതുപോലെ ദൈവം പശ്ചാത്താപത്തിലേക്കാണ് ക്ഷണിക്കണത്. ഇപ്പം എന്താ, ഇവിടെ കാശിനെ കളഞ്ഞുപോയി, അതൊരു ദുരന്തമാണ് ശരിക്കും പറഞ്ഞാൽ. കാശിനെ കളഞ്ഞുപോയി, അതോടുകൂടി ദുരന്തം പടപെടാൻ സംഭവിക്കും. വിസ എല്ലാം തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ അകത്ത് കച്ചവടം കുറഞ്ഞു. അപ്പോൾ അതിന് ജെയ്സൺ പറയണത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഭാര്യ ഉടമ്പടി ജീവിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, വാ പിടിച്ചാൽ ഞാൻ തെറി പറയുമെന്ന്. അധികം ഓർക്കൊന്നും, അതായത് ഭാര്യ ഉടമ്പടി എടുത്തിട്ടും ഭർത്താവ് തെറി പറയണത്, കാര്യം പുള്ളിക്കാരൻ ആൾക്കാരെ കൊണ്ട് അനുവദിപ്പിക്കണമെന്നുണ്ടെങ്കിലേ, ഇപ്പം ഈ നമ്മുടെ ഭായിമാരല്ലേ ഇപ്പം നമ്മുടെ ഹോട്ടലിലൊക്കെ ഉള്ളത്, അപ്പോൾ നമുക്ക് ഹിന്ദി അറിയാൻ പറ്റില്ല, പിന്നെ തെറിയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഹിന്ദി അറിയാൻ പറ്റാത്ത കൊണ്ട് അവനെ പറഞ്ഞ് താമസിക്കാൻ വേണ്ടി തെറി പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊന്നും സുവിശേഷമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, പിന്നെ വെച്ചുള്ള സംസാരങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ദൈവത്തിന് നിരക്കാത്ത ഈ സംസാരത്തിനകത്ത് വരുന്ന പാകപ്പിഴകൾ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം വളരെയായിട്ട്. കാര്യം നിങ്ങൾ സുവിശേഷം വായിക്കുകയും സുവിശേഷം പറയുകയും ചെയ്യുന്ന നാവിനെ കൊണ്ടാണ് നിങ്ങളിതുപോലെയുള്ള. അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ എല്ലാം ദൈവം കുറച്ച് ശരിയാകും, കുറച്ച് ശരിയാകത്തില്ലെന്നല്ല. ദൈവത്തിൻ്റെ ഒരു പ്രശ്നം എല്ലാം ശരിയാകണമെന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി ഒരു ജീവിതക്രമം എന്ന നിലയിലെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അപരാധങ്ങൾക്ക് അനുതാപത്തോടെ ജീവിക്കുവാൻ എനിക്ക് പശ്ചാത്താപത്തിന്റെ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. സ്വീകരിക്കുവാൻ ആഴമായ അനുതാപം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം നദി പോലെ ഒഴുകും
അനുദപിച്ചിടുകയിലെന്നും അമ്മ അനുഗ്രഹം നദി പോലെ ഒഴുക്കും കൃപയുടെ വഴികൾ സഞ്ചരിച്ചിടാം പ്രാർത്ഥനാ വരമേകും സ്നേഹനാഥേ കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിടാം പ്രാർത്ഥനാ വരമേകും സ്നേഹനാഥേ.